അപ്പം ഇന്ന് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഇറങ്ങി. കുളിച്ച് കഴിഞ്ഞിട്ട് എന്നാ കറിയൊക്കെ ഉണ്ടാക്കുന്നത് ചിന്തിച്ചിട്ട് നടക്കുമായിരുന്നു, എന്നാ ഉണ്ടാക്കണ്ടേന്ന്. ഡയറ്റിംഗ് ആയ കാരണം കൊണ്ട് എല്ലാ ദിവസവും മിക്ക ദിവസം പരിപ്പും പച്ചക്കറിയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നാ ഉണ്ടാക്കണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും നമ്മളെ ഓർമ്മ വന്നത്. എന്നാൽ ഇന്ന് പനീർ ഉണ്ടാക്കാമെന്ന്. പനീർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പനീർ ഉണ്ടാക്കാമെന്ന് ഞാൻ ചേട്ടനോട് പോയി ചോദിക്കുക ഇന്ന് ഉണ്ടാക്കട്ടെ എന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. ചേട്ടൻ പറഞ്ഞു എന്നാ ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കുമെന്ന്. അങ്ങനെ പനീരും മട്ടറും ഉണ്ടാക്കാൻ, ഗ്രീൻ പീസും നമുക്ക് ഉണ്ടാക്കാനായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസ് നമ്മൾ മേടിച്ചത്. അപ്പോൾ അത് ആദ്യമേ സോസ് പാൻ ഇട്ടത്, അത് ആദ്യമേ 2-3 പ്രാവശ്യം നമ്മൾ കഴുകിയെടുത്തു. എല്ലാ സാധനവും കഴുകിയെടുക്കണമെന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട്, എല്ലാ സാധനവും കിട്ടുവാണെങ്കിൽ. അങ്ങനെ അത് കഴുകി നല്ല വൃത്തിയാക്കി കുക്കറിനകത്തോട്ട് വേവിക്കാൻ വെച്ചു. അപ്പം ഫ്രോസൺ ആയ കാരണം നല്ല കട്ടിയൊക്കെ ആയിരുന്നു. അതാണ് അത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് 2-3 വിസിലടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിസിലൊക്കെ കയറ്റി വെച്ചു. അതൊക്കെ വെന്തുകൊണ്ടിരിക്കും. നമ്മൾ സവോളയും 2 സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും നമ്മൾ മുറിച്ചു. അപ്പോൾ വിസിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി നമ്മൾ അത് തണുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു. അപ്പോൾ കുക്കുടെ ഹെഡ്സെറ്റ് കൊണ്ട് അത് അവിടെ കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അതിൻ്റെ ഒച്ചയെല്ലാം കേൾപ്പിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പം ചേട്ടൻ അവിടുന്ന് 2 പനീർ 200 ഗ്രാമിൽ 2 എണ്ണം എടുത്തുകൊണ്ട് പോയിട്ട് ചേട്ടൻ പറഞ്ഞു ഞാൻ ക്യൂബ്സ് ഷേപ്പിൽ കട്ട് ചെയ്ത് തരാമെന്ന്. അപ്പം അത്ര വെച്ച് സഹായം ചേട്ടൻ ചെയ്തു. ചേട്ടൻ അടുക്കളപ്പണിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സഹായിക്കുന്നത്, എല്ലാം തന്നെ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് വന്ന് സഹായിക്കാൻ വരുന്നതാണ്. അത് തന്നെ ഒരു നല്ല കാര്യമാണല്ലോ, അതെല്ലാം സഹായിക്കും. അങ്ങനെ അത് ക്യൂബ്സായിട്ട് നല്ല ഷേപ്പിൽ ചേട്ടൻ നല്ലപോലെ മുറിച്ച് തന്നു, പറഞ്ഞ പോലെ തന്നെ മുറിച്ചു. അപ്പം നമ്മൾ തക്കാളിയും സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മുറിച്ച് വെച്ചായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചായിരുന്നു, പേസ്റ്റ് പരുവത്തിൽ നമ്മൾ ചതച്ചു. പിന്നെ ഫ്ലെയിം ഓണാക്കിയിട്ട് ചട്ടിയോടെ വെച്ചിട്ട് 2 ടേബിൾ സ്പൂണുകളും നമ്മൾ എണ്ണ അതിനകത്ത് ഇട്ടു. എണ്ണ ഇടുമ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ സവോള മുറിച്ച് വെച്ചത് അതിനകത്ത് എണ്ണയ്ക്കകത്തിട്ട് ഗോൾഡൻ ബ്രൗൺ ആവില്ല, അറ്റ്ലീസ്റ്റ് ഇച്ചിരി എല്ലാം ആയി കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ച് വെച്ചത് അതിനകത്ത് ചേർക്കും. അപ്പോഴത്തേന് നമ്മൾ 2 പച്ചമുളകും അതിനകത്ത് ഇട്ടു. പിന്നെ തക്കാളിയൊക്കെ നീണ്ടായിട്ട് മുറിച്ചത് ഞാൻ പേസ്റ്റ് ഉണ്ടാക്കാനുള്ളത്. അപ്പം തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കഴിഞ്ഞിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്, തക്കാളിയും എല്ലാം വെളുത്തുള്ളിയെല്ലാം സോഫ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ മൂടി വെച്ചു. അപ്പോൾ മൂടി വെച്ചത് ഏകദേശം സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ മിക്സിക്കകത്ത് ഇത് ഗ്രൈൻഡ് ചെയ്യും, മിക്സറിനകത്തിട്ട്. അത് തണുപ്പാറിയിട്ട് വേണം, ഫ്ലെയിം ഓഫാക്കി തണുപ്പാറിയിട്ട് വേണം അത് ചെയ്യാൻ. അതിനിടയ്ക്ക് ഞാൻ കൊച്ചിനെ പഠിപ്പിക്കാനും എല്ലാം പോയായിരുന്നു, അവൾക്ക് ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അപ്പോഴേക്കും ഇത് തണുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പേസ്റ്റ് പകത്തുകൾ ഉണ്ടാക്കും. മിക്സിക്കകത്ത് ഒരു അരച്ച് കഴിഞ്ഞിട്ട് അത് പേസ്റ്റ് പോലെ ആയി വരും. നല്ല ടേസ്റ്റാണ് കറി വയ്ക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബുർജിയല്ലായിരുന്നു ഉണ്ടാക്കിയത് പനീറിന്. ഈ പക്ഷെ നമ്മൾ പനീർ ചാറ വയ്ക്കേണ്ടത്, പനീർ കറിയാണ് വയ്ക്കുന്നത്. അപ്പം നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ 2 ടേബിൾ സ്പൂണിൽ എണ്ണ ഇട്ട് കഴിഞ്ഞിട്ട് ജീരകം ഇടും. ചൂടായി കഴിഞ്ഞാൽ ആ ചട്ടിക്കകത്ത് തന്നെ ജീരകം ഇടും. ജീരകം ഇച്ചിരി പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് 2 സ്പൂൺ മുളക് പൊടി ഇടും. ആ മുളക് പൊടി ഇട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ചേർക്കും. അപ്പം വേറെ മസാല ഒന്നും ചേർക്കില്ല, ഈ മുളക് പൊടിയും ഈ പേസ്റ്റും ചേർക്കും. അപ്പിച്ച് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് ബാക്കി മസാല നമ്മൾ അതിനകത്ത് ചേർക്കും. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതിനകത്ത് ചേർക്കത്ത് ഇളക്കിയിട്ട് അത് ഹൈ ഫ്ലെയിമിൽ നമ്മളത് വേവിക്കാൻ വയ്ക്കും. ഇപ്പോൾ അതിൻ്റെ കളർ നോക്കുക, ഓറഞ്ച്, അത് റെഡ് ആകുന്ന വരെ നമ്മളത് ഇളകിക്കൊണ്ടിരുന്നിട്ട് മൂടി വയ്ക്കും. അപ്പം ഏകദേശം അത് റെഡായി വന്നിട്ടുണ്ട്. നമ്മുടെ പേസ്റ്റ് കണ്ടോ, കളർ മാറിയിട്ടുണ്ട്, അതിൻ്റെ ഓറഞ്ചിൽ നിന്ന് റെഡായി മാറി. അങ്ങനെ ആയി കഴിയുമ്പം അത് പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണം. ഇപ്പം അത് നല്ലപോലെ കുറുകിയെടുക്കണം. അത് വെള്ളം പോലെ അല്ലായിരുന്നു, അത് നമ്മൾ ഇളക്കി അത് കുറുകിയപ്പോൾ നല്ലപോലെ റെഡായി വന്നിട്ടുണ്ട്. നമ്മൾ ഒന്നും ചെയ്തിൽ തന്നെ വേവിച്ചത് റെഡായി കഴിയുമ്പം നമ്മൾ അതിനകത്ത് പനീർ മുറിച്ച് വെച്ചേക്കുന്ന പനീർ ക്യൂബ്സായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. പനീറും ഗ്രീൻ പീസും രണ്ടും അതിനകത്ത് ചേർത്തിട്ട് അത് ഇളക്കണം. ഇളക്കി കഴിഞ്ഞ് അത് മൂടി വെക്കണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഗ്രീൻ പീസ് നമ്മൾ കുക്കറിനകത്ത് ഇട്ട കാരണം നല്ലപോലെ വെന്തിട്ടുണ്ട്, എന്നാലും പനീറിന് കൂടെ ഇച്ചിരി കൂടെ വേവാനുണ്ട്. അതാണ് പനീറും ഗ്രീൻ പീസും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ അടിച്ച് വയ്ക്കും.
അത് ഇച്ചിരി വെള്ളം ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ലൂസായി വേണമെങ്കിൽ അതിങ്ങനെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തുണി അലക്കാൻ പോയിട്ട് ചേട്ടൻ പൈപ്പെല്ലാം അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ സോപ്പ് പൊടി ഇടുക, യൂണിഫോമും എല്ലാം ഉണ്ടാകുന്ന കഴുകാൻ വേണ്ടി, കൊച്ചിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടാകുന്ന കഴുകാൻ. അപ്പോൾ വാഷിംഗ് മെഷീൻ ഉള്ള കാരണം നമുക്കൊരു സഹായമാണ്, പെട്ടെന്നെല്ലാം പണി തീരും. അങ്ങനെ അത് ഓണാക്കി അത് കഴുകാനിട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ പനീർ അവിടെ നിന്ന് വെന്തുകൊണ്ടിരിക്കുക. അത് എങ്ങനെയായെന്ന് നോക്കാൻ വന്നപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഗരം മസാല ഇച്ചിരി ഒരു സ്മെല്ലിന് വേണ്ടി, നല്ല സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഗരം മസാല അതിനകത്തിട്ട് പനീരൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ചേട്ടൻ ഇച്ചിരി കഴിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നല്ലപോലെ നല്ല ടേസ്റ്റ് ഉണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി നേരം കൂടെ വെച്ചു മൂടി. അപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഇട്ടു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം ചാനലിന്. അപ്പോൾ ചേട്ടൻ ഇവിടെ നിന്നൊക്കെ ചിരിക്കുമായിരുന്നു, കളിയാക്കുമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ നല്ല സപ്പോർട്ടുണ്ട്. അപ്പം ഇഷ്ടമുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.